ന്യൂസ് ക്യാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിസ്മസ് പ്രമാണിച്ച് സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് 1600 രൂപ സർക്കാർ ഇന്നലെ വിതരണം ആരംഭിച്ചിരുന്നു. ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക ലഭിക്കുന്ന ഭൂരിഭാഗം പേർക്കും ഇതിനോടകം തന്നെ ലഭിച്ചു കഴിഞ്ഞു. ക്രിസ്മസിന് ശേഷമൊക്കെയായിരിക്കും കൈകളിൽ ലഭിക്കുന്നവർക്ക് തുക ലഭിക്കുവാൻ സാധ്യത. 6400 രൂപ ഓരോ ഗുണഭോക്താവിനും കുടിശ്ശികയുണ്ട്. ഇതിൽ ഒരു ഗഡു ഈ സാമ്പത്തിക വർഷം തന്നെ വിതരണം ചെയ്യുമെന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത്. ബാക്കി 3 ഗഡുക്കൾ വരുന്ന സാമ്പത്തിക വർഷത്തിലാണ് വിതരണം ചെയ്യുക എന്നും അറിയിച്ചിട്ടുണ്ട്. അടുത്ത അറിയിപ്പ്: സർക്കാരിൻ്റെ വിവിധ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് ഇന്ന് ആധാർ അപ്ഡേഷൻ നിർബന്ധമാക്കിയിട്ടുണ്ട്. നമ്മുടെ പേരിലോ മേൽവിലാസത്തിലോ ഏതെങ്കിലും രീതിയിലുള്ള പൊരുത്തക്കേടുകൾ ഉണ്ടെങ്കിൽ അത് സ്വന്തമായി സൗജന്യമായി പുതുക്കുന്നതിന് ഇപ്പോൾ സാധിക്കുന്നതാണ്. ഡിസംബർ 14 വരെയായിരുന്നു സൗജന്യമായി ആധാർ അപ്ഡേറ്റ് ചെയ്യുവാനുള്ള സമയപരിധി അനുവദിച്ചിരുന്നത്. എന്നാൽ ജൂൺ 14 തീയതി വരെ ഇപ്പോൾ ഇത് നീട്ടിയിരിക്കുകയാണ്. ആധാർ കാർഡിൽ ഏതെങ്കിലും രീതിയിലുള്ള തിരുത്തലുകൾ വേണ്ടവർക്കും 10 വർഷം കഴിഞ്ഞ ആധാർ കാർഡുകൾ അപ്ഡേറ്റ് ചെയ്യേണ്ടവർക്കും ഇപ്പോൾ അതിനുള്ള അവസരം എത്തിയിട്ടുണ്ട്. ജൂൺ 14 തീയതി വരെ നിങ്ങൾക്ക് സൗജന്യമായി ആധാർ കാർഡുകൾ വേണ്ടപ്പെട്ട തിരുത്തലുകൾ വരുത്തി അപ്ഡേറ്റ് ചെയ്യാം. ബയോമെട്രിക് വിവരങ്ങൾ പുതുക്കുന്നതിന് അക്ഷയ കേന്ദ്രങ്ങളിലോ ആധാർ സേവാ കേന്ദ്രങ്ങളിലോ പോകേണ്ടതായി വരും. അതിന് ഒരു നിശ്ചിത തുകയും നിങ്ങൾ നൽകണം. അതോടൊപ്പം ആധാർ കാർഡിൽ നിങ്ങളുടെ ആക്റ്റീവായ മൊബൈൽ നമ്പർ നൽകുവാനും ശ്രദ്ധിക്കുക. വിവിധ ആനുകൂല്യങ്ങളും ധനസഹായങ്ങളുമൊക്കെ ലഭിക്കുന്നതിന് ഇപ്പോൾ ആധാർ അധിഷ്ഠിത OTP ഒക്കെ ലഭിക്കുന്നതിനാൽ നിങ്ങൾ മറക്കാതെ തന്നെ ആക്റ്റീവായ മൊബൈൽ നമ്പറും ആധാറിൽ ചേർക്കുവാൻ ശ്രദ്ധിക്കുക. അടുത്ത അറിയിപ്പ്: സംസ്ഥാനത്തെ റേഷൻ കാർഡുകൾക്ക് ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ച് പ്രത്യേക ഫെയറുകൾ ആരംഭിച്ചിട്ടുണ്ട്. സപ്ലൈകോ വഴി നിരവധി സബ്സിഡി പ്രൊഡക്റ്റുകൾ നമുക്കിപ്പോൾ വാങ്ങാൻ സാധിക്കും. എല്ലാവർക്കും ആനുകൂല്യം ലഭിക്കുന്ന രീതിയിലാണ് ക്രമീകരണം. ഈ അവസരം എല്ലാവരും പ്രയോജനപ്പെടുത്തണം. 13-ൽ പരം സബ്സിഡി ഉൽപ്പന്നങ്ങളും വാങ്ങാൻ സാധിക്കും. ഒരു റേഷൻ കാർഡിന് മാസത്തിൽ ഒരിക്കലാണ് ഇത്തരത്തിൽ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.